ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന ആരോപണത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഉത്തരവിട്ടു. ഈ അവകാശവാദങ്ങൾ അന്വേഷണം ആവശ്യമാണെന്ന് കോടതി വിധിച്ചു. അന്വേഷണം സ്വയം നടത്താനോ CBI ഉൾപ്പെടെയുള്ള ഒരു കേന്ദ്ര ഏജൻസിക്ക് വിഷയം കൈമാറാനോ സംസ്ഥാനത്തിന് അനുമതിയും നൽകി. ഈ വർഷം ജനുവരിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കാതിരുന്ന ലക്നൌവിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ACJM കോടതിയുടെ മുൻ ഉത്തരവ് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി ഉൾപ്പെട്ട സിംഗിൾ ജഡ്ജി ബെഞ്ച് റദ്ദാക്കി. ഉത്തർപ്രദേശിലെ റായ്ബറേലി ജില്ലയിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനോട് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാനും കോടതി ഉത്തരവിട്ടു. ആരോപണങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രഥമ ദൃഷ്ട്യാ ഒരു കേസിന്റെ നിലനിൽപ്പ് നിരീക്ഷിച്ച കോടതി വസ്തുതകൾ കണ്ടെത്തുന്നതിന് അന്വേഷണം ആവശ്യമാണെന്ന് വിധിച്ചു. കീഴ്ക്കോടതി നടപടി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ചോദ്യം ചെയ്ത് കർണാടക ആസ്ഥാനമായുള്ള BJP പ്രവർത്തകൻ S. വിഘ്നേഷ് ശിശിർ ആണ് ഹർജി സമർപ്പിച്ചത്. പ്രത്യേക MP MLA കോടതിയിലാണ് ആദ്യം പരാതി സമർപ്പിച്ചത്. പിന്നീട് 2025 ഡിസംബറിൽ ഹൈക്കോടതി അത് ലക്നൌവിലേക്ക് മാറ്റി. തന്റെ ഹർജി തള്ളിയതിനെ തുടർന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. 2003 ഓഗസ്റ്റിൽ രാഹുൽ ഗാന്ധി UK ആസ്ഥാനമായുള്ള MS ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചു എന്നാണ് ഹർജിയിൽ പറയുന്നത്. 2005 ഒക്ടോബറിലും 2006 ഒക്ടോബറിലും സമർപ്പിച്ച കമ്പനിയുടെ വാർഷിക റിട്ടേണുകളിൽ അദ്ദേഹം തന്റെ പൗരത്വം ബ്രിട്ടീഷ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ലണ്ടനിലെയും ഹാംഷെയറിലെയും വിലാസങ്ങൾക്കൊപ്പം ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറും നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പിരിച്ചുവിടൽ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് 2009 ഫെബ്രുവരിയിൽ കമ്പനി പിരിച്ചുവിട്ടു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് കമ്പനിയുടെ ഉടമസ്ഥാവകാശവും ലണ്ടൻ ബ്രാഞ്ചിലെ ബാർക്ലേഡ് ബാങ്കിലെ ഒരു വിദേശ ബാങ്ക് അക്കൗണ്ടും സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹർജിയിൽ അവകാശപ്പെട്ടു. ഭാരതീയ ന്യായ സംഹിത BNS, ഔദ്യോഗിക രഹസ്യ നിയമം, പാസ്പോർട്ട് നിയമം, വിദേശികളുടെ നിയമം എന്നിവ പ്രകാരം ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ശിശിർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും പാർലമെന്റ് അംഗമായി തുടരാനുമുള്ള രാഹുൽ ഗാന്ധിയുടെ യോഗ്യതയെ അവ നേരിട്ട് ബാധിക്കുമെന്നും അദ്ദേഹം വാദിക്കുന്നു. ശിശിറിന് കേന്ദ്ര സായുധ പോലീസ് സേനയുടെ 24 മണിക്കൂർ സുരക്ഷ നൽകണമെന്നും ഹൈക്കോടതി മുമ്പ് നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട് വിശദമായ അന്വേഷണത്തിന് വഴി തുറന്നതോടെ കേസ് നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പ്രതിപക്ഷ നേതാക്കളിൽ ഒരാൾക്ക് നിയമപരമായും രാഷ്ട്രീയപരമായും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നതിനാലും പൊതു ഓഫീസർമാർ പൗരത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചുള്ള വിശാലമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതിനാലും അന്വേഷണത്തിന്റെ ഫലം സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. എക്സിലെ ഒരു പോസ്റ്റിൽ ഹർജിക്കാരനായ ശിശിർ ഹൈക്കോടതിയുടെ ഉത്തരവിന് നന്ദി പറയുകയും വിധിയെ നാഴികക്കല്ലെന്ന് ചരിത്ര പ്രധാനമെന്നും വിശേഷിപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം പുലർത്തുന്നുണ്ടെന്ന പരാതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞ മാസം അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. വിവാദവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഫയലും കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ ജസ്റ്റിസ് രാജീവ് സിംഗ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഉത്തരവിട്ടു. സുബ്രഹ്മണ്യം സ്വാമിയുടേതുൾപ്പെടെ നിരവധി കേസുകൾ കോൺഗ്രസ് നേതാവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും താനൊരു ഇന്ത്യൻ പൗരനാണെന്ന് അദ്ദേഹം നിരന്തരം വാദിച്ചിരുന്നു. FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഹൈക്കോടതി ഉത്തരവ് അദ്ദേഹത്തിന് പുതിയ നിയമ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.